അബ്ദുറഹീം, ഇസ്ലാമിനെ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് കടന്നു വന്ന ഒരാളാണല്ലോ. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? മുമ്പുണ്ടായിരുന്ന മതത്തിൽ വലിയ വിശ്വാസം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റു മതങ്ങളിൽ പോകണം എന്നുള്ളൊരു ചിന്തയൊന്നും അന്ന് അത്രയ്ക്കുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ ആയി കണ്ടുമുട്ടി. അതിൽ ഭൂരിഭാഗമുള്ള ഫ്രണ്ട്സും മുസ്ലിമായിരുന്നു. അപ്പോൾ അവർ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് ഞാൻ ഇസ്ലാമിൽ ആകർഷകനായത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞു, മനസ്സിലാക്കി, അതനുസരിച്ച് ജീവിക്കാൻ നോക്കി. കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ മുസ്ലിം ആകാമെന്നുള്ള ചിന്ത തോന്നി. അതിനുശേഷമാണ് കലിമ ചൊല്ലി മുസ്ലിമായത്. പൊതുവേ നമ്മൾ ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ മുൻപ് ജീവിച്ചിരുന്ന നമ്മുടെ മതത്തിൽ ഒരു പല വിശ്വാസങ്ങളും പല രീതികളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഇസ്ലാമിന് നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നിയ എന്തെങ്കിലും ഒരു വിഷയം, ഒരു സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത് നമ്മൾ ആത്മാർത്ഥതയാണ്. മറ്റുള്ള മതങ്ങളിൽ ഒരു ദിശാബോധമില്ലാത്തൊരു ജീവിതശൈലിയാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ജീവിതം, ഒരു പരലോകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ആ പരലോക വിജയമാണ് അതിൻ്റെ ഒരു ആ ജീവിതം ഉള്ള ആ രീതിക്ക് അങ്ങനെ പോകുന്നത്. മറ്റുള്ള മതങ്ങളിൽ അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു ജീവിത രീതിയൊന്നും പഠിപ്പിച്ചു തരുന്നില്ല. മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരമുള്ളൊരു കാഴ്ചപ്പാട് അത് വ്യക്തത ഇല്ലാത്തതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു മതം അത്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് എനിക്ക് ഒരു തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു നിങ്ങൾ മുൻപ് ജീവിച്ചിരുന്ന മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്താണ് വിശ്വാസമില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ആ മതത്തിൽ വിശ്വാസമില്ല എന്ന് വെച്ചാൽ അതിലെ കഥകൾ തന്നെ എടുത്താലും മതി. അതിപ്പം അസുരന്മാരായാലും ദേവന്മാരെ കുറിച്ചാണെങ്കിലും ഇപ്പം അതിൽ പുരാണങ്ങൾ അസമത്വം, അവിടെ ആ മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ തമ്മിലുള്ള എന്താ പറയുക, ഒരു സമത്വം ഇല്ലായ്മ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ആ ഒരു മതത്തിൽ അവർ വിശ്വാസമായ പുരാണ കഥകൾ എടുത്തു നോക്കുമ്പോൾ അസുരന്മാർ എത്ര നന്മ ചെയ്താലും അവരെ വികൃത രൂപമായിട്ട് കാണുള്ളൂ, കണക്കൊക്കെ പെടുകയെന്ന് മാത്രമല്ല അവർ എന്താ പറയുക, ഒരു തെറ്റുകാരായിട്ട് ഒരു നികൃഷ്ട ജീവികളായിട്ട് അവർ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്കുള്ള ആ മതത്തിലെ ജാതീയതയിലും അത് പ്രകടമാണ്. അവർ എത്ര അവർണന്മാർ എത്ര നന്മ ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അവർണന്മാർക്ക് വിലയില്ലാത്തവയും ബ്രാഹ്മണന്മാർക്ക് ക്ഷത്രിയന്മാർ കൽപ്പിക്കുന്ന ഒരു ഇതാണ്. അവർ എത്ര ദുഷ്ടന്മാരായാലും ശരി, സവർണന്മാർ അവർക്ക് എന്താവാം, അതിനെ കുടപിടിക്കുന്ന ആ അവർണന്മാർ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഒരു അസമത്വം അതിൽ എനിക്ക് പണ്ട് മുതലേ ഫീൽ ആയിട്ടുണ്ട്. അത് എനിക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ കാരണമാണ്. അത് പിന്നെ ഒരു ലോജിക്കില്ല. അതിൽ പുരാണങ്ങളും കഥകളും വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ദേവന്മാർക്കിടയിൽ തന്നെ അടി ഉണ്ടാവുക, യുദ്ധങ്ങളുണ്ടാവുക, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിനൊന്നും താല്പര്യമില്ല അതില്ല. പൊതുവേ നിങ്ങളൊരു ഹൈന്ദവ മതത്തിൽ ജീവിച്ച ഒരാളായതുകൊണ്ടും അതിൽ നമ്മൾ ദർശിക്കാൻ കഴിയുന്നത് ഒരു താഴ്ന്ന ജാതി, അല്ലെങ്കിൽ പല ജാതികൾ, പല വ്യവസ്ഥകൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? അതിൽ നിന്നും ഇസ്ലാം പ്രത്യേകമാക്കുന്നത് എന്താണ്? ഇസ്ലാം കാഴ്ചവെക്കുന്ന ഒരു മഹത്തായിട്ടുള്ള സന്ദേശമാണ്. അതെന്താ വെച്ചാൽ അവിടെ ജാതീയതയ്ക്കും നിറത്തിനോ വർണ്ണത്തിനോ യാതൊരു വിലയോ ഒന്നുമില്ല. അവിടെ സൃഷ്ടാവിനായിട്ട് ആരാണോ കൂടുതൽ അടുക്കുന്നത് അവർക്കാണ് മുൻഗണന. അതാണ് ഇസ്ലാമിൻ്റെ ഒരു മറ്റു മതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകതകളിലൊന്ന് അതാണ്. ഇസ്ലാമിലെ താഴ്ന്ന ജാതി, അത് ഉയർന്ന ജാതി, ഇല്ലെങ്കിൽ കറുത്തവൻ വെളുത്തവൻ എന്നൊരു വേർതിരിവൊന്നുമില്ല. അള്ളാഹിൽ ആരാണോ കൂടുതൽ അടുക്കുന്നത് അവർക്കാണ് അവിടെ മുൻഗണന ഇസ്ലാം കൽപ്പിക്കുന്നത്. അതാണ് അൽഹംദുലില്ലാഹ്. അത് സുബ്ഹാനല്ലാഹ്, നമുക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളൊക്കെ കേട്ടിരുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഇസ്ലാമിനെ പല രീതിയിൽ കേട്ട് പ്രചരിച്ച, അല്ലെങ്കിൽ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പല സന്ദേശങ്ങളുണ്ടാവും. ഇസ്ലാം നമ്മൾ കേട്ടിരുന്ന സമയത്ത് ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ആണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപീകരിച്ച ഒരു മതമാണ്, ഇസ്ലാം ഒരു വർഗീയതും, അങ്ങനെ പല കേട്ട് അറിവിനായി നമ്മൾ മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് കേട്ടിരിക്കുക.
അങ്ങനെ നിങ്ങൾ കേട്ടിരുന്നത് ഇസ്ലാമിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഈ സമയത്തും അതിൽ നിന്നും ഇസ്ലാം എന്താണ് പ്രത്യേകമാക്കുന്നത്? ഞാൻ കേട്ടിട്ടുള്ളത്, മുസ്ലിങ്ങളെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുള്ളത്, അവർ ഈ അക്രമകാരികളാണെന്ന കൂടുതൽ ആളുകളും അക്രമകാരികളാണെന്നാണ് കൂടുതലായിട്ടുള്ള കേട്ടറിവ്. പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഞാൻ മുമ്പും തെറ്റിദ്ധരിച്ചിട്ടില്ല, ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അതൊന്നും ഈ പറയപ്പെട്ടവരൊക്കെ അത് വെറും നുണയാണ് പറഞ്ഞു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതൊക്കെ നുണ. സ്വാഭാവികമായിട്ടും ഈ നമ്മൾ മുസ്ലിം ആയി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് നിങ്ങൾ എത്രയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്? ഏകദേശം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എങ്കിലും ഒരു 8 വർഷം 7-8 വർഷം 7-8 വർഷമായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട്. ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് തുടക്കത്തിൽ ചിലവർക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പറയത്തക്ക ഒരു പ്രയാസങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ദീനിലേക്ക് വന്നതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മതത്തിന് വല്ലാത്ത പ്രസക്തി കൊടുക്കുന്ന ഒരു ആളുകളൊന്നുമല്ല. വല്ലാതെ ഒരു എന്താ പറയുക, അത് കവിഞ്ഞ് മതത്തെ കാണുന്ന ആളുകളൊന്നും അല്ല. നാട്ടുകാരാണെങ്കിലും ശരി, കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും ശരി. അപ്പം അത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ജനസമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയകൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ആരോപണമാണ് ഇസ്ലാമിനെ കുറിച്ച്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നും അവരെ നിന്നും അകലം പാലിക്കുമെന്നും അവരെ നോക്കാൻ പാടില്ല എന്നൊക്കെ പല കള്ളപ്രചാരണങ്ങൾ പ്രചരിക്കുകയുണ്ടായി. അപ്പം ഞാനും ഇസ്ലാം സ്വീകരിച്ച ഒരാളാണല്ലോ. ഞാനും അൽഹംദുലില്ലാഹ് എൻ്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അബ്ദുറഹീമായ സമയത്ത്, അത് ഇസ്ലാമിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് നല്ലൊരു ബന്ധമാണ്. പിന്നെ ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാൽ, മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ നോക്കിയത്, അതുപോലെ തന്നെ അവരെ നിങ്ങൾ സംരക്ഷിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിങ്ങളും എന്നോട് എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അവരോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ അത് മുസ്ലിങ്ങളായിട്ടും അവരൊപ്പം അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ പാടില്ല, എന്നാൽ സമ്പത്ത് കൊടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് അവർ പറഞ്ഞത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇല്ലാണ്ട് നിസ്കരിച്ചിട്ടോ ഇബാദത്ത്, അതായത് ആരാധന കർമ്മങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല എന്നാണ് എന്നെ പഠിപ്പിച്ച മുസ്ലിങ്ങളായാലും ശരി ഇസ്ലാം അങ്ങനെ തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അല്ലാതെ മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നോ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ തന്നെയാണല്ലേ? അതെ തീർച്ചയായിട്ടും. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ അനിയൻ്റെ ഭാര്യ. അവരൊക്കെ നിങ്ങളുടെ കൂടെ തന്നെയാണ്? അതെ. അവരൊക്കെ എങ്ങനെയാണ് നിങ്ങളോടുള്ള സമീപനം? എല്ലാം നല്ല സമീപനമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞതാണ്, അവർ മതം പറഞ്ഞു വെച്ചാൽ അതിന് കവിഞ്ഞ കാഴ്ചപ്പാടുള്ള ആൾക്കാരല്ല മതത്തിനെ കുറിച്ച്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്നോട് വളരെ ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒരു അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകിയത്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു സന്ദേശം, ഇസ്ലാമിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധികളിലൊന്നാണ് ഹിദായത്ത്. നിധികളിലൊന്നല്ല, ഏറ്റവും വലിയ നിധി തന്നെയാണ് ഹിദായത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആ നിധി പങ്കുവയ്ക്കാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവരത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്, നീ ഇന്നലെ ഇസ്ലാം സ്വീകരിച്ചവനാണ്, ഇതിനേക്കാളും മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളെ ഞങ്ങൾക്കറിയാം. അവർ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോലും, പിന്നെ എന്താ ഈ കണിയന്മാരെ, ഈ ജ്യോത്സ്യന്മാരെ കാണലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീ ഇന്നലെ പോയി ഇസ്ലാം സ്വീകരിച്ച നീ ഞങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങോട്ട് എന്താ ദഅവത്ത് ചെയ്യാൻ വരണം, അതായത് കൂടുതൽ പറയണ്ട, അവരങ്ങനെയാണ്. പിന്നെ നീ ഇന്നലെ പോയത് കൊണ്ട് നിങ്ങൾക്ക് നീ വലിയവനൊന്നും ആവില്ല, നീ കൂടുതൽ അറിവുള്ളവനൊന്നും ആവില്ല. ആ ഒരു തരത്തിൽ അവർ തിരിച്ച് മറുപടി പ്രതികരണം. അതായത് നിങ്ങൾ കുറച്ചു കാലം മാത്രമായുള്ളൂ ഇസ്ലാം സ്വീകരിച്ചിട്ട്, പാരമ്പര്യമായിട്ട് ഇസ്ലാമിലുള്ള അവർ അമ്പലങ്ങളിലേക്കും പല ജ്യോത്സ്യന്റെ അടുത്തിലേക്ക് അവർ പോകുന്നുണ്ട്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി കൈ ഒപ്പി നിൽക്കുക. അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ചിലരൊക്കെ. പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഈ ജ്യോത്സ്യന്മാരെ അങ്ങനെയുള്ള ആളുകളൊക്കെ പോയി കാണാം. ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഷിർക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാരമ്പര്യ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ ചെയ്യുന്നില്ല, എന്താ പ്രശ്നം? അതാണ് മറുപടി അവരുടെ. നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അന്ധകാരത്തിൽ നിന്നും
ഒരു അന്ധകാരത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക്, ഇസ്ലാം എന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങൾ വരുന്നു. ആ ഇസ്ലാം എന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ആരാധന കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമാണ് കൽപ്പിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ റബ്ബിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൽപ്പിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ റബ്ബിന് മാത്രമേ കൊടുക്കൂ എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം എന്ന് വെച്ച് പറയട്ടെ, മുസ്ലിം ഇസ്ലാമികമായിട്ട് ഉള്ള മറ്റു പല അവർ എന്ത് ചെയ്യുന്നു, ഇസ്ലാമായ നാമധാരികൾ, നാമം കൊണ്ട് ഇസ്ലാമുള്ളവർ മറ്റു പല ഇസ്ലാമിനെ വിപരീതമായിക്കൊണ്ട് അമ്പലങ്ങളിലേക്കും അല്ലെങ്കിൽ അതുപോലെ ജ്യോത്സ്യന്മാരിലേക്കും ജാറങ്ങളിലേക്കും മറ്റൊരിലൊക്കെ വഴിപെട്ട് ജീവിക്കുന്നു. ഇത് ഇസ്ലാം ശക്തമായി വിരോധിക്കുന്നു. ഇസ്ലാം ഇബാദത്തുകളെല്ലാം അള്ളാഹ്ക്ക് മാത്രമെന്ന് പഠിപ്പിക്കുന്നു. അല്ലേ? നമ്മളെല്ലാവരും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ അല്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. സുചീന്ദ്രനായി നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അബ്ദുറഹീമായ ആ സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടും എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ? മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രവാചകൻ എന്താണെന്ന് അറിയില്ല. ആകെ അറിയുന്ന പ്രവാചകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അതും ഈസ എന്നുള്ള പേരിലല്ല ഞാൻ ആ പ്രവാചകനെ കുറിച്ച് അറിയാം, യേശു എന്നുള്ള പേരിലാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമോ? ആ ഒരു പ്രവാചകനാണ് ഈ പറഞ്ഞ കുറേ ആളുകൾ ചീത്ത വിളിക്കുന്നതും അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം, ചിലപ്പോൾ കരച്ചിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ആ മഹത് വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെ വേണം. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയിൽ വരുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ അയൽവക്കക്കാർ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അത് പ്രവാചക വചനമാണ്. അത്രയും മഹത്തമായിട്ടുള്ള വചനങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒന്ന്. അബ്ദുറഹീം, നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റൊക്കെ നമ്മൾ കാണുന്നു, ഈ മുസ്ലിം പോലുള്ള വ്യക്തികളുടെ അനാചാരങ്ങളും ഇസ്ലാമിനെതിരെ അടുത്തുയർത്തുന്ന ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാം വിട്ട് പോയ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഉപദേശം കൊടുക്കാനുണ്ടോ നിങ്ങൾക്ക്? അവരടുത്ത് ഇപ്പം ഉപദേശമൊന്നുമില്ല. അള്ളാഹ് തന്നെ അവരെ ഒഴിവാക്കി സ്ഥിതിക്ക് ഇപ്പം നമ്മളപ്പോൾ അവർക്ക് എന്താ ഉപദേശം കൊടുക്കാൻ? അതപ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയൻസിന് എന്തെങ്കിലും സന്ദേശം ഇസ്ലാമികമായി നിങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ? എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഒരു തവണയെങ്കിലും നിങ്ങൾ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ മീഡിയകളാണെങ്കിലും സോഷ്യൽ മീഡിയകളാണെങ്കിലും ഒരു ജനങ്ങൾക്കിടയിലാണെങ്കിൽ പല തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. നമ്മൾ ശരിക്കും അത് വായിച്ച് നോക്കാം. ഖുർആൻ ഓതി മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയും വെറും തെറ്റിദ്ധാരണ പുറത്താണ് ഈ പ്രചരിപ്പിക്കുന്നതല്ല എന്ന്. നിങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കുക. അതപ്പോൾ എനിക്ക് ഉപദേശമായിട്ട് പറയാനുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്ത് ഞങ്ങൾക്കൊന്ന് ഓതി തരാൻ പറ്റുമോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഓതിയ വളരെ അർത്ഥവത്തമായ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്റിലെ. കാലം തന്നെയാവുന്ന സത്യം, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, ഒരു കൂട്ടരൊഴികെ. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും നന്മ കൽപ്പിക്കുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിച്ചവരൊഴികെ. അപ്പോൾ എന്തായാലും ഇതുപോലെ നന്മ കൽപ്പിക്കുകയും ആ നന്മ കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാസങ്ങൾ ക്ഷമിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരും ഉൾപ്പെടുത്തട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കല്ലാഹു ഖൈർ.